നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉപയോഗിച്ച എണ്ണ പല തവണ വർഷങ്ങളോളം അത് ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ടാർ പോലെയാകുന്ന എണ്ണയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ അതിലുണ്ടാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലങ്ങളിലേക്കുള്ള ഭക്ഷണം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. എവിടെയാണ് നമ്മുടെ ഭരണകൂടം ഇതിലുള്ളത്? ഇത്രയും അധികം തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന പഴംപൊരിയും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് എന്തുകൊണ്ട് ഇതുവരെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടില്ല? ഏതോ ഒരു വഴിപോക്കൻ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പരിശോധന ഉണ്ടായതും അത് നാട്ടുകാർ മൊത്തം അറിഞ്ഞതും. എണ്ണ പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു കവറിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ടായത് അതും കൂടിയും വാർന്ന് അതിൽ വീഴാൻ വേണ്ടി വെച്ചിട്ട് ആ പ്ലാസ്റ്റിക് കത്തി ആ പഴംപൊരി നമ്മൾ കഴിക്കേണ്ട ഒരവസ്ഥ വരെ എത്തി. എവിടെയാണ് നമ്മുടെ ഭരണകൂടം ഇതിലുള്ളത്? ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്താണ് അവർ ചെയ്യുന്നത്? ഇതിൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ മാത്രം ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്? മനുഷ്യർ കഴിക്കുന്ന ഒരു ഭക്ഷണം എവിടെ നിന്ന് വരുന്നു? ഇത്രയും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഭക്ഷണം എവിടെ നിന്ന് വരുന്നു എന്ന് എന്തുകൊണ്ട് ഇതുവരെ ഭരണകൂടം അല്ലെങ്കിൽ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല? പല പല ജില്ലയിൽ നിന്നും പല പല സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണത്. കാരണം റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിൻ നിൽക്കുന്നതനുസരിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വിറ്റുപോകുന്ന ഒരു സമയമാണ്. എന്നിട്ടും ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ അതിനൊരു ആക്ഷൻ എടുക്കാതെ ഇപ്പോൾ വലിയ ഹീറോയിസം കാണിക്കുകയാണ്. ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു പവർ നിങ്ങൾ ഇനിയെങ്കിലും യൂസ് ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റാണ്. എവിടെ നിന്നാണ് ഭക്ഷണം വരുന്നത്? എങ്ങനെയാണ് ഭക്ഷണം വരുന്നത്? നല്ല എണ്ണയാണോ നല്ല പദാർത്ഥങ്ങളാണോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. ക്യാൻസർ ഭക്ഷണ പദാർത്ഥങ്ങൾ വഴി വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.